കിച്ചുവിനെ പറ്റി ഞാൻ അന്ന് 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 പാടുന്ന പാട്ടായിരുന്നു. കിച്ചുവിനെ പറ്റി ഓർക്കുമ്പോ സത്യമായിട്ട് എനിക്ക് സ്നേഹമില്ലെന്ന് പറയുന്നവരോടാ പറയുന്നത്. അന്ന് ഞാൻ ഓർക്കുന്ന പാട്ടായിരുന്നു. സൗണ്ട് ഒന്നും ശരിയാകത്തില്ല, ഞാൻ പാടാം. കാർത്തിക ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വ്യക്തമായി? അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ് എന്ന് മനസ്സിലായില്ലേ? ആൽബത്തിലും സിനിമയിലും ഇൻസ്റ്റഗ്രാം റീലിലും ഒക്കെ ഉള്ളൂ അഭിനയിക്കാൻ അറിയാത്തത്. എന്നാൽ ജീവിതത്തിൽ നല്ല രീതിയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അറിയാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അഭിനയിച്ചുകൊണ്ട് കിച്ചനോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, അവനെ ഞാൻ പൊന്നുപോലെ നോക്കിയത്. ആൻഡ് ആ ഒരു പാട്ട്, കാർത്തിക നാൾ രാത്രിയിലെ കൈക്കുമ്പിളിൽ വന്ന മുത്തേ, ആ പാട്ട് എന്തൊരു അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ്. ആ പാട്ടിന്റെ അത്രയും, അല്ലെങ്കിൽ ആ പാട്ടിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കിച്ചുവിനെയാണ്. അപ്പൊ ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മ, അതിപ്പോ പെറ്റമ്മയായിക്കോട്ടെ പോറ്റമ്മയായിക്കോട്ടെ, ഇങ്ങനെ വന്നിരുന്ന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് ആ 1.5 മണിക്കൂറുള്ള ഇന്റർവ്യൂവില് കിച്ചുവിനെ കുറ്റം പറയുമോ? ഓക്കെ, ചിലപ്പോൾ വിഷമത്തോട് കൂടിയിട്ട് പറയുമായിരിക്കും, അവൻ എന്നെ വന്നൊന്ന് കണ്ടില്ല, അതെനിക്ക് ഭയങ്കര വിഷമമായി എന്ന് ചിലപ്പോൾ ആ ഇന്റർവ്യൂവിൽ എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് പറയുമായിരിക്കും, അല്ലേ? അല്ലാതെ ഈ ഒരു വ്യക്തിയെ മാത്രം, ആ ഒരു വ്യക്തിയാണ് സെന്റർ ഓഫ് അറ്റൻഷൻ, ആ വ്യക്തിയെ പറ്റിയിട്ട് മാത്രമാണ് ആ ഇന്റർവ്യൂ മുഴുവനായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 മണിക്കൂറുള്ള ഇന്റർവ്യൂ എന്ന് പറയുന്നത് കിച്ചുവിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഇന്റർവ്യൂ ആണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ഇന്റർവ്യൂ ആദ്യം മുതൽ അവസാനം വരെ 1 മിനിറ്റ് 1 സെക്കൻഡ് പോലും ഇല്ലാതെ ഞാൻ കണ്ടു. ആ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത് കിച്ചു എന്ന് പറയുന്ന ആ പയ്യനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു ഇന്റർവ്യൂ ആണ്. കിച്ചുവിനെ മാത്രമല്ല കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൊല്ലസുധിയുടെ വീട്ടുകാരെയും കുറ്റം പറയുന്നുണ്ട്. ആ ഒരു ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒരു അമ്മയുടെ സ്നേഹം ഇല്ലാണ്ട് ഒരു കുട്ടി വളരുമ്പോ, ഒരു ആൺകുട്ടി വളരുമ്പോ അവർ വഴിതെറ്റി പോവാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം കൂടെ ഒരു വീഡിയോ വന്നല്ലോ, സുധിച്ചേട്ടൻ എന്റെ ഭർത്താവിന്റെ അമ്മയായിട്ട് ഇരുന്നിട്ട്, ഞാനല്ലേ മോനെ കുഞ്ഞിനെ തൊട്ടേ നോക്കിയത്, അമ്മ അല്ലെങ്കിൽ അമ്മ അച്ചമ്മ നോക്കി കുട്ടിയല്ലേ ഇത്? അല്ലേ, എനിക്ക് 11 വയസ്സ് തൊട്ടല്ലേ കിട്ടിയത്. ഞാൻ നന്നായിട്ട് നോക്കില്ലേ? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞത് കുഞ്ഞിനെ തൊട്ട് അവരല്ലേ വളർത്തിയത്. എന്തുകൊണ്ടപ്പം എന്നെ വഴിതെറ്റിപ്പോയി? ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എന്റെ അച്ചമ്മ വളർത്തിയതാ. ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അച്ചമ്മ വളർത്തിയ കുട്ടി എങ്ങനെ അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ചമ്മ. അവർക്ക് ഒരുപാട് അറിവുള്ളതാണ്. വളർത്തിയ കുട്ടിയല്ലേ, വെല്ലിച്ചനും വെല്ലിമ്മയും വളർത്തിയ കുട്ടിയല്ലേ, എന്താണ് വഴിതെറ്റിപ്പോയത്? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും കിച്ചുമായിട്ട് രാഹുൽദാസുമായിട്ട് കുറച്ച് ഏജിന് ഡിഫറൻറ്റേ ഉള്ളൂ ഞങ്ങൾ. ഒരു അമ്മ മകൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ അമ്മയെ എന്താ പറയുക, അത്രയും ഒരു ഏജുള്ള കുട്ടിയെ ഞാൻ സ്വന്തം മോനായിട്ട് സ്വീകരിക്കണമെങ്കിൽ എന്റെ മനസ്സാലോചിക്കും. എനിക്കെന്ത് കുട്ടികളൊന്നും ഇല്ല. ഇത്രയും നാളും കിച്ചുവിനെ മാത്രമായിരുന്നു, ഇപ്പൊ കൊല്ലസുധിയുടെ അമ്മയും കുറ്റക്കാരിയായി. ആ പ്രായമായ സ്ത്രീയെങ്കിലും അങ്ങ് വെറുതെ വിട്ടേര്. അവര് നിങ്ങളുടെ അടുത്ത് ഒന്നിനും വരുന്നില്ലല്ലോ. അവരവരുടെ കാര്യം നോക്കിയിരിക്കുന്നു. അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടു, അവർക്ക് പ്രായമായി, അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പൊക്കോട്ടെ. എന്തിനാ ഈ രേണു അവരെയും കൂടി വലിച്ചഴക്കുന്നത്? ഇതാണ് വിഷയം. എല്ലാവരും പറയുന്നു, എന്താണ് ഇപ്പൊ രേണു തന്നെ പറയുന്നു, എല്ലാവരും എന്നെ ബുള്ളി ചെയ്യുന്നു, എല്ലാവരും എന്നെ കുറ്റം പറയുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? ഇനിയെങ്കിലും രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സമയം, ഓക്കെ, ആ ഒരു ഇന്റർവ്യൂ കിട്ടി, ഈ ഒരു സമയം എന്തിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കേണ്ടത്? നല്ല രീതിയിൽ വിനിയോഗിക്കാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഓക്കെ, അവരുടെ സർവൈവൽ സ്റ്റോറി പറയാം. അവരിപ്പോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവരിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ്, അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അതൊക്കെ ചിലപ്പോൾ പലർക്കും ഒരു മോട്ടിവേഷൻ ആണ്. അതായത് ഇത്തരം അസുഖത്തിലൂടെ കടന്നു പോകുന്ന, അതിന്റെ ചികിത്സയിലൂടെ കടന്നു പോകുന്ന, ഇത്തരം അസുഖങ്ങളെ ഫൈറ്റ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ രേണുവിന്റെ ജീവിതത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ മാതൃകയാകേണ്ടത്. അല്ലാതെ ഈ ഒരു സമയത്ത് പോലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, കൊല്ലസുധിയുടെ മോനെ കുറ്റം പറഞ്ഞ്, മൂത്ത മോനെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ കൊല്ലസുധിയുടെ അമ്മയെ കുറ്റം പറഞ്ഞ്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് എന്തിനാണ് ഈ സമയം വെറുതെ പാഴാക്കി കളയുന്നത്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തിനാണ് വെറുതെ പാഴാക്കി കളയുന്നത്? അനാവശ്യമായിട്ട് ഈ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനുകളൊക്കെ ഡ്രാഗ് ചെയ്ത് അതിന് ഉത്തരം പറഞ്ഞ് ആക്രോശിച്ച് വെറുതെ സമയം പാഴാക്കുകയല്ലേ? ഈ ഒരു സമയത്ത് ഇത്രയധികം ഹെയ്റ്റ് എന്തിനാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ വെറുപ്പും വൈരാഗ്യവും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ല. നമുക്ക് നമ്മളെ തന്നെ ആലോചിച്ച് നമ്മുടെ കാര്യങ്ങൾ, അതായത് നമുക്കൊരു ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്തില്.
നമ്മുടെ ബോഡി ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഹീലിംഗ് പ്രോസസ്സിൽ മാത്രമായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നുള്ളത് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, നമ്മളൊരു ഹീലിംഗ് ടൈമിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ കൈ ഒന്നൊടിഞ്ഞായിരുന്നു. ഈ സമയത്ത് എൻ്റെ കൈ ഒടിയുമ്പോൾ ആ എല്ല് ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ശരീരം മുഴുവൻ എനർജിയും ഞാൻ ഫുഡ് കഴിക്കുന്നത് ഉൾപ്പെടെ എൻ്റെ ശരീരം എങ്ങോട്ടേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ആ ഒരു കൈ ഒടിഞ്ഞ ആ ഒരു ഹീലിംഗിലേക്കായിരിക്കും. അപ്പൊ ഇത്രയും വലിയൊരു അസുഖം വന്നൊരു വ്യക്തി ഇപ്പൊ കീമോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ട് പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത്തരം ഒരു കാര്യത്തിലൂടെ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ എൻറ്റയർ ഫോക്കസും എൻറ്റയർ കോൺസെൻട്രേഷനും ആ ഹീലിംഗ് പ്രോസസ്സിലായിരിക്കും. ആ സമയത്ത് നമ്മുടെ മൈൻഡും അതേ രീതിയിലായിരിക്കണം. അത് ബോഡിയുടെ ഒപ്പം നമ്മുടെ മൈൻഡും ബാലൻസ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ ആ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നടക്കത്തുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് സർജറിയിലൂടെയും ചികിത്സയിലൂടെയും മരുന്നിലൂടെയും ഭേദമാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലൂടെ ഭേദമാക്കി എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ അത് മൈൻഡിൽ ഫോക്കസ് ചെയ്യുന്ന വെൽനസ് സെന്ററുകളൊക്കെ ഉണ്ട്. അത്തരം സെന്ററുകളിൽ നിന്ന് കംപ്ലീറ്റ് അത് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും കംപ്ലീറ്റ്ലി ക്യൂർ ആക്കിയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരത്തെയും ഒരേ ഫോക്കസിൽ കൊണ്ടുപോയി ഒരേ അലൈൻമെന്റിൽ കൊണ്ടുപോയിട്ടാണ് ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് കൃത്യമാകുന്നത്, കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ ഈ സമയത്ത് രേണുസുതിയുടെ ഫുൾ ഫോക്കസും ഫുൾ കോൺസെൻട്രേഷനും ആ ഹീലിംഗിലായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാവരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാണ്. രേണു ഈ വീഡിയോ കാണുവാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാണ്. ഫുള്ളി അതിൽ ഫോക്കസ് ചെയ്യുക, ആ ഒരു ഫൈറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുക, ആ ഒരു ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുക. എന്തിനാണ് വെറുതെ ആ ചെറുക്കനെ മണ്ടയ്ക്ക് കയറുന്നത്? നിങ്ങൾ ആ ചെറുക്കനെ കണ്ടുപിടിക്കുക. അവൻ അവന്റെ അച്ഛന്റെ പേര് വിറ്റ് ജീവിക്കുന്നില്ല. അവൻ അവന്റെ അച്ഛന്റെ പേര് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നില്ല. കൊല്ലസുതിയുടെ മകനാണ് ഞാൻ, കൊല്ലസുതിയുടെ മകനാണെന്ന് പറഞ്ഞ് നാഴിക്ക് 40 വട്ടം അവൻ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്നില്ല. അവനും എല്ലാം നഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അവനെല്ലാം നഷ്ടപ്പെട്ടു. അവന് അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല. അവൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്റെ ലൈഫിനെ ഒന്ന് സർവൈവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പോകുന്നില്ലല്ലോ. അവനൊരു പോഡ്കാസ്റ്റിൽ വന്നു, അവന്റെ ലൈഫിനെ പറ്റിയിട്ടാണ് അവൻ പറഞ്ഞത്. അല്ലാതെ അവൻ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മോശപ്പെട്ട ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ പറയാൻ വേണ്ടിയിട്ടോ അല്ല ആ ഒരു പോഡ്കാസ്റ്റ് വിനിയോഗിച്ചത്. അത് കണ്ട് നമ്മൾ മാതൃകയാക്കുക. നിങ്ങളെക്കാട്ടിൽ ചെറിയൊരു പ്രായമല്ലേ ആ പയ്യന്. അവൻ കാണിച്ചു തന്ന ആ ഒരു കാര്യം നിങ്ങൾ മാതൃകയാക്കുക. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ രോഗമെല്ലാം ഭേദമായിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സംസാരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ പറയാം. ഇനി ഈ ഒരു ഇന്റർവ്യൂ വന്നതിന് ശേഷം ഈ ഇന്റർവ്യൂവിന് ഫുൾ ഹെയ്റ്റ് ആണ് വന്നത്, ഫുൾ നെഗറ്റീവ് ആണ് വന്നത്. അതിനുശേഷം ആ ചാനലിൽ തന്നെയുള്ള അവതാരക ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു പോർഷൻ ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഇന്റർവ്യൂ മുഴുവനായിട്ട് കാണുന്ന ആൾക്കാർക്ക് സത്യം എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ കാണുന്ന ആൾക്കാർ മാത്രം ഇതിനെ റിയാക്ട് ചെയ്യുക. ഇല്ലാണ്ട് ചെറിയ ചെറിയ ക്ലിക്ക് ബൈറ്റുകൾ കണ്ടിട്ട് അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലേക്ക് ഇട്ട് അവരെ എന്താ പറയുക ടോർച്ചർ ചെയ്യാണ്ടിരിക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവരുടെ അടുത്ത് ഈ ഒരു കാര്യം കിച്ചുവിനെയും രേണു ചേച്ചിനെയും പറ്റി ഇങ്ങനെ പറഞ്ഞത് അത് ആ ഒരു വ്ളോഗർ ചെയ്തിട്ടുള്ള ആ തംബ്നെയിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിനും ഇത്ര എന്താ പറയുക ബുള്ളിങ് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതും എനിക്ക് അറിയില്ല. ഈ വോയിസ് ക്ലിപ്പിൻ്റെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു. ഇവർ പറയുന്നു മൊത്തം കണ്ടിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ആ ഫസ്റ്റ് പാർട്ട് വന്നപ്പോൾ മുഴുവൻ കണ്ടു, സെക്കൻഡ് പാർട്ട് മുഴുവൻ കണ്ടു. ആദ്യം മുതൽ അവസാനം വരെ അതിനകത്ത് ചോദിച്ച ചോദ്യങ്ങളും രേണു പറഞ്ഞ ഉത്തരവും എല്ലാം വൃത്തിയായിട്ട് കേട്ടിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതിലെ ഒരു ക്വസ്റ്റ്യനും നല്ല ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയാനില്ല. രേണു എന്ന് പറയുന്ന വ്യക്തിയെ ഫ്രണ്ടിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം, എന്തൊക്കെ സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ, മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്തത് ആരെയാണ്? കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ, രേണുവിന്റെ വളർത്തു മകനെ ഫോക്കസ് ചെയ്ത് അവനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ചു. ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് നിലവാരമാണുള്ളത്? ഒരു ആങ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിലവാരമുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കുക ഇന്റർവ്യൂ ചെയ്യുമ്പോൾ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സ്വയം തോന്നേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ ചോദിച്ചില്ല. പകരം കിച്ചുവിനെ ഫോക്കസ് ചെയ്ത് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തത്. അപ്പൊ പിന്നെ മറ്റുള്ളവർ കുറ്റം പറയില്ലേ? ഉറപ്പായിട്ടും കുറ്റം പറയും. മറ്റുള്ളവർ വിമർശിക്കില്ലേ? വിമർശിക്കും.
എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അത്. ഈ ആങ്കർ പറയുന്നു കിച്ചുവും രേണുവും തമ്മിൽ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം ചോദിച്ചു. ആ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ഏതോ ഒരു വ്ളോഗറിന്റെ തംബ്നെയിലിൽ കണ്ടതാണത്രേ. ഓക്കെ, ആ തംബ്നെയിലിൽ കണ്ടത് കുറച്ച് പേര് മാത്രമായിരിക്കും കണ്ടത്. പക്ഷെ നിങ്ങളത് ഉറക്കെ വിളിച്ചു കൂവുമ്പോൾ അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് എത്ര പേരത് കേൾക്കും? ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അതിന് ഉത്തരം മറ്റൊരാൾ തരല്ലായിരുന്നു, അത് ചോദിക്കണമെന്ന് പോലും പറയാൻ പാടില്ലായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ചോദിച്ചു? അത് മനഃപൂർവ്വം വിവാദമാക്കാനല്ലേ ചോദിച്ചത്? അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ വിമർശിക്കും, നെഗറ്റീവ് പറയും എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഇവര് ചോദിച്ചത്. ഇവർക്ക് കുറെ നാളും കൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വൈറലാകും, എങ്ങനത്തെ ചോദ്യങ്ങൾ കോൺട്രവേഴ്സി ആകും എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ മനഃപൂർവ്വം കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ടും ആ ചെറുക്കന്റെ മണ്ടയ്ക്ക് ഒരു ഷാഡോ ഒക്കെ, അല്ലെങ്കിൽ അവനെ വലിച്ചഴിച്ച് അനാവശ്യമായിട്ട് ഈ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരണം. അവൻ പ്രതികരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷെ അവൻ മാന്യമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ല. അതാണ് വേണ്ടത്. കാരണം രണ്ട് സൈഡും കൂടി കൂട്ടിമുട്ടുമ്പോഴാണല്ലോ, രണ്ട് കൈ കൂടെ കൂട്ടിമുട്ടുമ്പോഴാണല്ലോ ശബ്ദം വരുന്നത്. അവനത് പ്രതികരിച്ചില്ലല്ലോ, മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. പക്ഷെ രേണു പറയുന്നു ഞാൻ മകനെ പോലെയാണ്, എന്റെ കൈ വന്ന മുത്താണെന്നൊക്കെ പറയുന്ന രേണു എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ആൻസർ പറയാൻ തയ്യാറായി? ആ ക്വസ്റ്റ്യൻ എനിക്ക് കേൾക്കണ്ട, ആ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിക്കണ്ട എന്നാണ് രേണു പറയേണ്ടത്. അപ്പൊ നമുക്ക് മാന്യതയുണ്ടെന്ന് പറയാം. പക്ഷെ നേരെ മറിച്ച് രേണു ഈ ഒരു അവസരം വിനിയോഗിച്ചത് മുഴുവൻ കിച്ചുവിനെ കുറ്റം പറയാനും കൊല്ലസുധിയുടെ വീട്ടുകാരെ കുറ്റം പറയാനുമാണ്. ഈവൻ കൊല്ലസുധിക്ക് വിട്ട് കൊട്ടുകൊടുക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ നാഴിക്ക് 40 വട്ടം കൊല്ലസുധി എന്ന് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കി അതിലൂടെ വളർന്നു വന്ന് ഓക്കെ, നമുക്ക് ജീവിക്കാൻ പൈസ വേണം, ജീവിക്കാൻ നമുക്ക് ഏത് മാർഗവും വിനിയോഗിക്കാം, തിരഞ്ഞെടുക്കാം. പക്ഷേ സമൂഹത്തിൽ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ വിമർശിക്കും. ഈ സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ രേണു വേറെ തന്നെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ജോലി തിരഞ്ഞെടുത്ത് അങ്ങനെ ജീവിക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും രേണുവിന് വിമർശനങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു. രേണുവിനെ ആൾക്കാർ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ടിടുന്ന കാര്യങ്ങളിൽ വിമർശിക്കാൻ ആളുണ്ടാകും. ഇപ്പൊ നാളെ ഞാൻ ചെയ്താൽ പോലും എന്നെ വിമർശിക്കാനും ആൾക്കാരുണ്ടാകും. അത് വിമർശനമായിട്ട് കരുതുക. പിന്നെ നമ്മൾ അൺഫെയർ ആയിട്ട് ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ട്. ഇനിയെങ്കിലും രേണു സുധി എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ഹീലിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ ആൾക്കാർ നിങ്ങൾക്ക് റെസ്പെക്ട് തരും. അപ്പൊ ആൾക്കാർ നിങ്ങളെ നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കും, ആൾക്കാർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തല്ലോ. അതേപോലെ നിങ്ങൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും വരുന്നത്. നേരെ മറിച്ച് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു കൂവിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ വിമർശിക്കും.